വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ ഡിഗ്രി ലെവൽ സിലബസിൽ അതുപോലെ തന്നെ 10th ലെവൽ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റുകളും നമ്മൾ ഈ ഒരു സീരീസിലുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന കർത്താക്കൾ ഈ ഒരു ആശയം സ്വീകരിക്കുന്നത് US-ലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ലിൽ നിന്നുമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം 1791 US-ൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നിർബന്ധമായും ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ആശയം കടംകൊണ്ടിരിക്കുന്നത് US-ലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മാഗ്ന കാർട്ട എന്നുള്ള വാക്ക് നമ്മൾ ലോകചരിത്രം പഠിക്കുമ്പോൾ നിർബന്ധമായും കേട്ടിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ മൂലക്കല്ല് അല്ലെങ്കിൽ ആണിക്കല്ല് എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ ചോദ്യപേപ്പറിൽ കാണാറുണ്ട് 10th ലെവലിലൊക്കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ മാഗ്ന കാർട്ട ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ ഒരു തവണ ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർട്ട് 2 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 ആണ് നമ്മളുടെ ഏത് വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. പാർട്ട് 4 നമുക്കറിയാം DPSP ആണ്. പാർട്ട് 4A എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാർട്ടുകളിലേക്കെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യും, വരും. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 3 നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയെ പാർട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർട്ട് 2 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർട്ട് 4 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പാർട്ട് 4A എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം പഠിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ട് 3 ഉൾപ്പെടുത്തിയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മാറിപ്പോരുത്, നിർബന്ധമായി പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ഏതെല്ലാം ആർട്ടിക്കിൾ മുതൽ, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. ഇതിൽ ഓരോ ആർട്ടിക്കിളും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് വരാം. അടുത്തൊരു പോയിന്റ് നോക്കാം. ദേ ആർ ജസ്റ്റിസിബിൾ മീനിങ് ദാറ്റ് ദേ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദി കോർട്ട്. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ജസ്റ്റിസിബിൾ ആണ്, ചിലത് നോൺ ജസ്റ്റിസിബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസിബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു അവകാശം നമുക്ക് ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അത് നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോയി അതെന്ത് ചെയ്യാം, നമുക്കത് എൻഫോഴ്സ് ചെയ്തെടുക്കാം. അതാണ് ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ ആശയങ്ങളും ഇങ്ങനെയല്ല, പലതും ജസ്റ്റിസിബിൾ അല്ല. ജസ്റ്റിസിബിൾ അല്ലാത്ത ആശയങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സംബന്ധിച്ച് അവ എന്താണ്, ജസ്റ്റിസിബിൾ ആണ്. ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഇതിൽ ആഡ് ചെയ്യാൻ കാരണം പ്രസ്താവന ചോദ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് എന്ത് ചെയ്യണം, നമുക്കറിയണം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റിസിബിൾ ആണ്, ന്യായവാദത്തിന് അർഹമായിട്ടുള്ള ആശയങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അബ്സല്യൂട്ട് മീനിങ് ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം എന്തുണ്ട്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ എമർജൻസിയുടെ സമയത്ത് ഈ മൗലിക ആവശ്യങ്ങളിൽ പലതും എന്ത് ചെയ്യപ്പെടാം, പലതിനും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. ഇവയ്ക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. ഏതിൻ്റെ സമയത്ത്, എമർജൻസിയുടെ സമയത്താണ് അത് സംഭവിക്കാറുള്ളത്. എമർജൻസിയുടെ സമയത്ത് നമ്മുടെ പാർലമെന്റിന് എന്ത് ചെയ്യാൻ അധികാരമുണ്ട്, ഈ ഒരു മൗലികാവകാശങ്ങളിൽ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷം ചോദിച്ചിട്ടുണ്ട്. ദേ ആർ എമൻഡബിൾ ആൻഡ് നോട്ട് പെർമനന്റ്. ഈ ഒരു മൗലികാവകാശങ്ങളുടെ എമൻഡബിലിറ്റിയെ പറ്റിയിട്ട് ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. അതിൽ ചില കേസുകളെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ മൗലികാവകാശങ്ങൾക്ക് എന്ത് ചെയ്യാം,
എമെൻഡ് ചെയ്യാം. പാർലമെന്റിന് എമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പാർലമെന്റിന് എമെൻഡ് ചെയ്യാനുള്ള അവകാശം ഏതിനുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിന് എമെൻഡ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ആർക്കാണുള്ളത്? പാർലമെന്റിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ വളരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കൺസിഡർഡ് ആസ് ദി കോർണർ സ്റ്റോൺ ഓർ ദി മാഗ്ന കാർട്ട ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്? US ബിൽ ഓഫ് റൈറ്റ്സ്. അത് വന്നിട്ടുള്ള വർഷം 1791. ഏത് പാർട്ടിലാണ്? പാർട്ട് 3. ഏതെല്ലാം ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ജസ്റ്റിസിബിൾ ആണ്, അർത്ഥം ന്യായവാദത്തിന് അർഹമായിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ എബ്സല്യൂട്ട് അല്ല. എപ്പോഴാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരിക? എമർജൻസിയുടെ സമയത്ത് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇത് അമെൻഡബിൾ ആണ്. ഭേദഗതി വരുത്തുവാൻ അവകാശമുണ്ട്. ആർക്കാണ്? പാർലമെന്റിന്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലോട്ട് പോവാം. അടുത്തൊരു സ്ലൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വാസ് സബ്മിറ്റഡ് ബൈ ദി നെഹ്റു കമ്മിറ്റി. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ നെഹ്റു കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവിടെ മാറിപ്പോരുത്. നമ്മളെപ്പോഴും ഈ നെഹ്റു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കയറിയിട്ട് എന്ത് ചെയ്യും? ജവഹർലാൽ നെഹ്റു എന്നുള്ള ഉത്തരം കൊടുക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലും പലപ്പോഴും ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അതാണ് എന്ത് ചെയ്യാറുള്ളത്? കാണാറുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ അതിന്റെ സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് റിഗാർഡഡ് ആസ് ദി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് റിഗാർഡഡ് ആസ് ദി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. നിർബന്ധമായിട്ടും ഇതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കണം. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് നെക്സ്റ്റ് സാറ്റർഡേ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിലൊക്കെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് നിർബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് അറിയാം, നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. എന്നാൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 6 ഫണ്ടമെന്റൽ റൈറ്റുകളല്ല നമുക്ക് എന്തുണ്ടായിരുന്നത്? നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 ചോദ്യമുണ്ട്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ്? 6 ആണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം 7 ആണ്. അപ്പോൾ 7ൽ നിന്ന് ഇപ്പം എത്രയായി? 6 ആയി. അതായത് ഒന്ന് എന്ത് ചെയ്യപ്പെട്ടു? ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ആ ഡിലീറ്റ് ചെയ്യപ്പെട്ട റൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ എന്ത് ചെയ്യപ്പെട്ടു? ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? അവിടെ ഒരു അമെൻമെന്റ് നടക്കണം. അപ്പോൾ ഇവിടെ നടന്ന ആ അമെൻമെന്റ് എന്ന് പറയുന്നത് 44ാം ഭരണഘടനാ ഭേദഗതി. നമുക്കറിയുന്നതാണ് 44ാം ഭരണഘടനാ ഭേദഗതി പഠിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്യണം? ഒപ്പം അതിൻ്റെ വർഷവും പഠിക്കണം. 1978. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി 1978 വഴി നമ്മളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിനെ എന്തിൽ നിന്ന് മാറ്റി? ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ഒരു പദവിയിൽ നിന്ന് മാറ്റി അതിനെ എന്താക്കി മാറ്റി? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റി. നിലവിൽ അത് ആർട്ടിക്കിൾ 300A എന്ത് ചെയ്യുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൈറ്റ് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്. അവ ഏതെല്ലാമാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞു വെക്കണം. ആദ്യത്തെ എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഈക്വാലിറ്റി ഏതെല്ലാം ആർട്ടിക്കിളുകളാണ്? 14 മുതൽ 18 വരെ. ഈ ഓരോ ആർട്ടിക്കിളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. 14 എന്ത് പറയുന്നു, 15 എന്ത് പറയുന്നു തുടങ്ങി 32 വരെയുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ആർട്ടിക്കിളിലും എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി പൊതുവിൽ പറയുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. മാറിപ്പോരുത്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ആർട്ടിക്കിൾ 23, 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജൻ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29, 30. 2 ആർട്ടിക്കിളുകൾ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് റെമഡീസ് ഏതൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC, SSC, RRB പരീക്ഷകളിൽ വളരെയധികം ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. നിർബന്ധമായും എന്ത് ചെയ്യണം? നിങ്ങളിത് പഠിച്ചു വെക്കണം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ 6 മൗലിക അവകാശങ്ങൾ? റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ.
റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23ഉം 24ഉം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29, 30. 2 ആർട്ടിക്കിളുകളാണ് വരുന്നുള്ളൂ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32. അപ്പോൾ ഇത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോ ആശയങ്ങളും ഓരോ ആർട്ടിക്കിളുകളും ഏതെല്ലാം ആണ് എന്ന് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. തുടർന്ന് ഓരോ ആർട്ടിക്കിളെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.